ഒരു റീലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 സെക്കൻഡ് നിങ്ങളൊരു കസ്റ്റമറെ പിടിച്ചു നിർത്താൻ പറ്റുകയാണ് റീല് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 3 to 5 സെക്കൻഡ് അവൻ്റെ കണ്ടന്റ്, സംസാരിക്കുന്ന കണ്ടന്റ് അല്ലിപ്പൊളിയാണോ സ്വാഭിത. അപ്പം അങ്ങനത്തെ റീൽസ് എത്ര പ്രൊമോട്ട് ചെയ്താലും നീല റീച്ച് ആവില്ല, വ്യൂസ് കൂടില്ല, ഫോളോവേഴ്സ് കൂടില്ല. എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് വളരെ സജീവമായി തുടങ്ങിയത് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ മിക്കവാറും എല്ലാ ദിവസവും കൊടുത്തു. നല്ല കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോളോവേഴ്സ് കൂട്ടും. ദിവസം എനിക്ക് ഒരു 10-20 ഫോളോവേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോളോവേഴ്സ് കൂട്ടുന്ന കുറേ ടീമുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഒരിക്കലും ചെയ്യരുത്, ഒരു കാര്യമില്ല. ഞാൻ അന്നേരം ഒരാടുണ്ട് ജെന്യൂൻ ഫോളോവേഴ്സൊക്കെ കിട്ടുന്ന ഒറിജിനൽ യൂസേഴ്സാണ്, ഒരിക്കലും ഇതായി പോകില്ല. അതൊക്കെ വൃത്തിയാണ്. അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്നാൽ നിങ്ങൾക്കൊക്കെ മെസ്സേജ് വരും. ചിലപ്പോൾ ഫ്രീ ജോബ്, ഫ്രീ വർക്ക് ഉണ്ട്, ഫോളോവേഴ്സിന് കുട്ടികളെ പണി. നിങ്ങളെന്താ പണി? മറ്റുള്ള പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഫോളോ ഉണ്ടാക്കുക. ജെന്യൂൻ യൂസർ അല്ലേ നിങ്ങൾ അക്കൗണ്ട് പോയിട്ട് ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ദിവസം എത്ര ഫോളോവേഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഉറുപ്പ്യ. അപ്പോൾ അതൊക്കെ ഫേക്കാണ്. ഏതോ ഒരു പേജ് നിങ്ങൾ വെറുതെ ഫോളോ ചെയ്തിട്ട് വല്ല കാര്യങ്ങൾ അയാൾ എന്തെങ്കിലും നിങ്ങൾ വാൾ വന്ന് നിങ്ങൾ ടപ്പ് നീക്കൂല, നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, നിങ്ങൾ കാണുമോ? അങ്ങനത്തെ ഒരു യൂസർ കിട്ടിയ എന്താ കാര്യം? അല്ലെങ്കിൽ ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ കാര്യമില്ല. ഉണ്ടാവുന്നത് എന്തായിരിക്കണം? റെലവൻ്റ് ആയിരിക്കും. എൻ്റെ റീസെൻറ്റ് വീഡിയോകൾക്ക് നല്ല ലൈക്കും ഫോളോവേഴ്സും കിട്ടുന്നുണ്ട്. അത് കണ്ടന്റ് ആൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു കൊല്ലം കണ്ടന്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ മില്യൻസ് നമ്മൾ എത്തും, ഉറപ്പാണ്. ഞാൻ എൻ്റെ ഒറ്റ ചാനലിൽ എന്ത് വരില്ല ക്ലിക്ക് ഹിയർ ഫോർ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറയാറില്ല. എനിക്ക് അങ്ങനത്തെ ഫോളോവേഴ്സ് വേണ്ട. എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യും.